ഇപ്പോൾ പണ്ട് ഒരുപാട് പണ്ട് ആൾക്കാർ മരിക്കുന്നതും ഇന്നിപ്പോൾ ആൾക്കാർ മരിക്കുന്നതും തമ്മിലൊരു വ്യത്യാസമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അസുഖം വന്ന് മരിക്കുന്ന കാര്യം കേട്ടോ, അതും അല്ലെങ്കിൽ ഇനിയിപ്പോൾ ആക്സിഡന്റ് എന്തോ ആവാം. പഴയ ആക്സിഡന്റ് അല്ല പുതിയ ആക്സിഡന്റ് എങ്കിൽ പോലും എന്തിനീ ഹോൺ അടിക്കുന്നത്? ഇവിടെ കാണാൻ മേലെ ഇവനൊക്കെ പുറകിൽ ഹോൺ അടിക്കുമോ എന്ന് കുറച്ച് പേരുടെ കയറ്റിവിടാം, എന്നിട്ട് പോയാൽ മതി. ഇങ്ങനെയുള്ളവന്മാരെ എന്ത് ചെയ്യണ്ടേ? ഇത്രയും ബ്ലോക്ക് ഉള്ളിടത്ത് ഹോൺ അടിക്കുക, കീ അങ്ങനെ കുറെ പോഴന്മാരുണ്ട്, വിവരമില്ലാത്തവർ തീരെ ബുദ്ധിയില്ല. തുപ്പി ബസ് ചീന്ന് തെറിച്ച് അതിനകത്തുനിന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ അതിൽ നിന്ന് ഒരുപാട് തുപ്പൽ ഇങ്ങനെ ആ അന്തരീക്ഷത്തിൽ പറന്ന് എത്ര പേരുടെ മുഖത്ത് എന്തിനാട്ടെ. അത് പണ്ടുള്ളവർ മരിക്കുന്ന ഇപ്പൊ ഒരു അസുഖം വന്നെന്ന് വിചാരിക്കുക, ഹാർട്ട് അറ്റാക്ക് വന്നാൽ തന്നെ മരിച്ചു പോകും. പിന്നെ ഇരുന്ന് കുറച്ച് നാളെ മരിച്ചു പോകും. ഷുഗർ കൂടി, പ്രഷർ, ഇതൊന്നും അറിയത്തൊന്നുമില്ല. ഇന്നിപ്പോൾ മെഡിക്കൽ സയൻസ് ഇത്ര അഡ്വാൻസ്ഡ് ആയി ഇപ്പോൾ ഉള്ളവർക്ക് എന്ത് ക്യാൻസർ വന്നെന്ന് പറഞ്ഞാൽ ഒരു പ്രതീക്ഷയോടുകൂടി ആശുപത്രി കിടന്നിട്ടാണ് അല്ലെ നാളെ രക്ഷപ്പെടും, അല്ലെ നാളെ ചിലപ്പോൾ മിറക്കിൾ പിന്നെ പോട്ടെ അത് സംഭവിക്കുമെന്ന് പറയണ്ട. ചിലപ്പോൾ ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ടാണ് രക്ഷപ്പെടും എന്നൊക്കെ പറഞ്ഞ് വിചാരിച്ചിരിക്കുന്ന ഒത്തിരി ടെർമിനൽ ഇൽനെസ് ഉള്ള ആൾക്കാരുണ്ട് അല്ലേ? അതെ. അപ്പൊ പണ്ടാണെങ്കിൽ കൂടുതൽ പേരും മരിക്കുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങളാണ്. ഇപ്പോഴാണ് അതല്ല, പലർക്കും ഡോക്ടർമാർക്ക് അറിയായിരിക്കും. പിന്നെ ചില പേഷ്യൻസിനോട് അവർ പറയും ഇത്ര നേരം അല്ല ഇത്ര ദിവസമേ ഉള്ളൂ എന്ന് പറയുന്ന രോഗങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ ഒരു പരിധിവരെയൊക്കെ ഒരുമാതിരിപ്പെട്ടതിനൊക്കെ പ്രതീക്ഷയുണ്ട്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവർ മരിക്കുന്നതിന് ഒരു 2 ദിവസം മുന്നേ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ അവർ അത്രയ്ക്ക് അങ്ങ് കൺവിൻസ് ആവുന്നത് മരിക്കാൻ പോവുക. അല്ലെങ്കിൽ അവരിങ്ങനെ പ്രതീക്ഷയോടുകൂടി ഓരോ മരുന്ന് കഴിക്കുന്നു. പിന്നെ പെയിൻ കുറഞ്ഞിട്ടുണ്ട്, പഴയ അത്ര വേദന ഒന്നും അനുഭവിക്കണ്ട, അപ്പോൾ വേദന കുറച്ചു കൊടുക്കും. അത് പിന്നെ കൊള്ളാം, അത് വേറെ ഇടപാടാണ്. ഞാൻ പറഞ്ഞു വന്നത് പഴയ മരണവും പുതിയ മരണവും തമ്മിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. അത് പണ്ടുള്ള മരിച്ചു പോയ ഏതെങ്കിലും ഒരു മയ്യാതെ കിടന്ന് മരിച്ച ആത്മാവിനോട് പോയി ചോദിച്ചാൽ മനസ്സിലാവും അയാൾ എത്ര നാൾ ബുദ്ധിമുട്ടി ഒരിക്കലും രക്ഷപ്പെടത്തില്ലെന്ന് ഉറപ്പായിട്ട് കിടന്ന് നരയിച്ച് മരണം കാത്ത് കിടന്ന ഒരാളും ഇന്ന് മരിച്ചു പോയ രോഗബാധിതനായ ഒരു ആത്മാവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ പറയാൻ പോകുന്നത് എന്താ, പ്രതീക്ഷ ഉണ്ടാകുന്നു. പിന്നെ അവസാനത്തൊക്കെ ആയപ്പോൾ മരുന്നൊന്നും ഏൽക്കാതായിട്ടാണ് മരിച്ചത്. ആത്മാവെന്നൊക്കെ പറയാമോ? ആത്മാവെന്ന് പറയുന്നത് ആൽമാവ് അങ്ങനെ സ്ഥലമുണ്ട്, ആൽമാവോട് ചേർന്നുണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ആത്മാവിലേക്ക് വിശ്വസിച്ചല്ലേ പറ്റത്തുള്ളൂ. ദൈവത്തിലേക്ക് വിശ്വസിക്കുന്ന പോലെ പ്രത്യേക സാഹചര്യങ്ങൾ, ചില പ്രത്യേക സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് മെഡിക്കൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്ന ആത്മാവിന്റെ പ്രസക്തി വളരെ പ്രസക്തമാണ്. അപ്പൊ ശരി, ഓക്കെ.